സഹോദരങ്ങളെ, ദജ്ജാലിൻ്റെ വരവിന് മുമ്പുള്ള ആ പ്രധാനപ്പെട്ട അടയാളം എന്താണ്? യാതൊരു സംശയവുമില്ല, മഹാനായ ഇമാം മഹ്ദി സലവാത്തുല്ലാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ കടന്നുവരവാണ്. മഹ്ദി ഇമാം, ഈ ആശയം ധാരാളക്കണക്കിന് ഹദീസുകളിൽ വന്നിട്ടുള്ളതാണ്. മാത്രമല്ല, ഇമാം മഹ്ദി വരും എന്ന ആ ഒരു ആശയം അത് മുത്തവാത്തിറായി, അഥവാ പ്രവാചകനിൽ നിന്ന് ഒട്ടനവധി സ്വഹാബികളും താബിയങ്ങളും തബഉത്താബിയങ്ങളിൽ നിന്നുമെല്ലാം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ആശയം, മുത്തവാത്തിറായ വിഷയമാണ് മഹാനായ ഇമാം മഹ്ദിയുടെ വരവ് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ധാരാളക്കണക്കിന് പണ്ഡിതന്മാർ അദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ ഗ്രന്ഥങ്ങളും രചനകളും നടത്തിയിട്ടുണ്ട്. അത് പ്രത്യേകമായി പറയാൻ കാരണം, മഹ്ദി ഇമാം വരും എന്നതിനെ നിഷേധിക്കുന്ന ആളുകൾ മുസ്ലിം ഉമ്മത്തിലുണ്ട്. അതേപോലെ തന്നെ ചില തൽപര കക്ഷികൾ അവർക്ക് വേണ്ടപ്പെട്ട ചില ഇമാമിൻ്റെ വരവാണ് എന്ന് അതിനെ ദുർവ്യാഖ്യാനിക്കുന്നുമുണ്ട്. വേറെ ചില ആളുകൾ മഹ്ദി ഇമാമിൻ്റെ വരവ് എന്നത് ഒരു പ്രതീകാത്മകമായിട്ടുള്ള ഒരു പ്രയോഗമാണ് എന്നും, ഭൂമിയിൽ നന്മ സ്ഥാപിക്കപ്പെടുന്നതിന് പകരമായി പറയപ്പെട്ടിട്ടുള്ള ഒരു സാങ്കല്പികമായ വിഷയമാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഈ ഒരു ആശയത്തെ നിരാകരിക്കുകയും നിഷേധിക്കുകയും ചെയ്യുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ മനസ്സിലാക്കുക, മഹ്ദി ഇമാമിൻ്റെ വരവ് എന്നത് സ്വഹീഹായ ധാരാളം ഹദീസുകളിൽ സ്ഥിരപ്പെട്ടതാണ്. ഈ ആശയമാകട്ടെ മുത്തവാത്തിറാണ്, അഥവാ ഒരിക്കലും നിഷേധിക്കാൻ പറ്റാത്ത വിധം ധാരാളക്കണക്കിന് അസറുകളിലൂടെ ഹദീസുകളിലൂടെ ഉദ്ധരിക്കപ്പെട്ട വിഷയമാണ് എന്ന് ഉലമാക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇമാം മഹ്ദി റഹിമഹുല്ലയുടെ വരവ് സലവാത്തുല്ലാഹി അലൈഹി, അദ്ദേഹത്തിൻ്റെ വരവിൻ്റെ തൊട്ടുമുമ്പ് ഭൂമിയിലുണ്ടാകുന്ന സാഹചര്യങ്ങളെ സംബന്ധിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അത്തരം ഹദീസുകളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. ഒന്നാമതായി, ആരാണ് ഇമാം മഹ്ദി? എന്താണ് അദ്ദേഹത്തിൻ്റെ പേര്? ഹദീസുകളുടെ പിൻബലത്തോടുകൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദ് ഇബ്നു അബ്ദില്ലാഹ്. മുഹമ്മദ് ഇബ്നു അബ്ദില്ലാഹ്, അബ്ദുള്ളയുടെ മകനായിക്കൊണ്ടാണ് മുഹമ്മദ് അല്ലെങ്കിൽ അഹ്മദ് ഇബ്നു അബ്ദില്ലാഹ്, അഹ്മദ് ഇബ്നു അബ്ദില്ലാഹ്, ഇതാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ജനിക്കുന്ന കുടുംബമാകട്ടെ മിൻ ദുർരിയ്യത്തി ഫാത്തിമ ബിൻത് മുഹമ്മദ് ഇബ്നു അബ്ദില്ലാഹ്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളായ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ കുടുംബത്തിൽ, അഥവാ സുമ്മ മിൻ വലദി അൽ ഹസൻ ബിൻ അലി റളിയല്ലാഹു തആല അൻ, അലി റളിയല്ലാഹു അൻഹുവിൻ്റെ മകനായ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ മകനായ ഹസൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ സന്താന പരമ്പരയിൽ, അഥവാ പ്രവാചകൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെയാണ് മഹ്ദി ഇമാമിൻ്റെ വരവ് എന്ന് മനസ്സിലാക്കുക. അദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദ് ബിൻ അബ്ദില്ലയാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരത്തെ തന്നെ നമ്മെ അറിയിച്ചിട്ടുമുണ്ട്. ഇൻഷാ അല്ലാഹ് ആ ഹദീസുകൾ നമുക്ക് മനസ്സിലാക്കാം. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ സിഫത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യക്തമാക്കിയത് അജ്ലൽ ജബ്ഹ, അദ്ദേഹത്തിന് വിശാലമായ നെറ്റിത്തടമുണ്ടാകുമെന്നാണ്. വിശാലമായ നെറ്റിത്തടം മാത്രമല്ല, അജ്ലൽ ജബ്ഹ എന്ന വേർഡിനെ വിശദീകരിക്കുന്നിടത്ത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത്, തലയുടെ മുൻഭാഗത്ത് ഖഫീഫായിട്ടുള്ള വളരെ നേർത്ത രൂപത്തിലുള്ള മുടിയാണ് ഉണ്ടാവുക. അല്ലെങ്കിൽ മുടി തീരെ ഇല്ലാതെ നെറ്റി ഒരൽപ്പം കയറിക്കൊണ്ട്, രണ്ട് തലയുടെയും രണ്ട് ഭാഗങ്ങളിൽ മുടി ഒരൽപ്പം കയറിക്കൊണ്ട് വിശാലമായ നെറ്റിത്തടമുള്ള ഒരു വ്യക്തിത്വമായിരിക്കും അദ്ദേഹം എന്നാണ്. അതേപോലെ തന്നെ മറ്റൊരു സിഫത്തായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് വ അഖ്നൽ അൻഫ് എന്നാണ്. അൽ ഖനാഫിൽ അൻഫ് എന്ന് പറഞ്ഞാൽ ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്, നല്ല നീളമുള്ള ഒരൽപ്പം ഉയർന്നു നിൽക്കുന്ന
അറ്റഭാഗം കൂർത്തതായിട്ടുള്ള മൂക്കായിരിക്കും അദ്ദേഹത്തിനുണ്ടാവുക. എന്ന് പറഞ്ഞാൽ പൗരുഷത്തിൻ്റെ അടയാളങ്ങളിൽപ്പെട്ട വളരെ ഭംഗിയുള്ള, കാണാൻ നല്ല ചന്തമുള്ള രൂപമായിരിക്കും അദ്ദേഹത്തിന് എന്നാണ് ഈ ഹദീസുകളിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത്. അപ്പോൾ മഹ്ദി ഇമാമിനെക്കുറിച്ച് ഒരു ആമുഖമാണ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദ് ബിൻ അബ്ദില്ല എന്നായിരിക്കും. അദ്ദേഹത്തെ കാണാൻ ഉള്ള രൂപമാണ് ഈ ഹദീസിൽ വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ അദ്ദേഹം എവിടെ നിന്നാണ് പുറപ്പെടുക, എവിടെ നിന്നാണ് മഹ്ദി ഇമാം വരിക, ഇതും നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും. ഇമാം ഇബ്നു മാജ റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അൻ സൗബാന റളിയല്ലാഹു തആല അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി സൗബാൻ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, യഖ്തതിലു ഇൻദ കൻസികും സലാസ, നിങ്ങളുടെ കൻസിൻ്റെ അടുത്ത് വെച്ച് അഥവാ നിങ്ങളുടെ നിധിയുടെ അടുത്തു വെച്ച് 3 വിഭാഗം ആളുകൾ യുദ്ധം ചെയ്യും. കുല്ലുഹും ഇബ്നു ഖലീഫ, ആ 3 വിഭാഗത്തിനും നേതൃത്വം നൽകുന്നത് ഖലീഫയുടെ മക്കളായിരിക്കും. ഖലീഫയുടെ അതല്ലെങ്കിൽ ഒരു ഭരണാധികാരിയുടെ മക്കളായിരിക്കും അവർ. സുമ്മ ലാ യസീറു ഇലാ വാഹിദിൻ മിൻഹും, അവരിൽ ഒരാൾക്കും അത് കൈയടക്കാനോ കീഴടക്കുവാനോ സാധിക്കുകയില്ല. സുമ്മ തത്ലുഉ റായാതു സൂദു മിൻ ഖിബലിൽ മശ്രിഖ്, അപ്പോഴാണ് മശ്രിഖിൻ്റെ ഭാഗത്ത് നിന്ന് കറുത്ത ചില കൊടികൾ അഥവാ കറുത്ത കൊടികളേന്തിയ ഒരു സൈന്യത്തിൻ്റെ പുറപ്പാട് മശ്രിഖിൽ നിന്ന് ഉണ്ടാകും. ഫയഖ്തുലൂനകും ഖത്ലൻ ലം യുഖ്തൽഹു ഖൗമുൻ, ഒരു സമൂഹവും യുദ്ധം ചെയ്തിട്ടില്ലാത്ത രൂപത്തിൽ ശക്തമായ ഒരു പോരാട്ടം അവിടെ ഉണ്ടാകും. എന്നിട്ട് അദ്ദേഹം പറയുന്നു, സൗബാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, സുമ്മ ദക്കറ ശൈഅൻ ലാ അഹ്ഫളുഹു, പിന്നീട് പ്രവാചകൻ ചില കാര്യങ്ങൾ പറഞ്ഞു, അത് എന്നോട് വിട്ടുപോയി. ഫഇദാ റഅയ്തുമൂഹു ഫബായിഊഹു വലൗ ഹബ്വൻ അല സൽജ്, അങ്ങനെ ആ മശ്രിഖിൽ നിന്ന് പുറപ്പെടുന്ന സൈന്യത്തിൻ്റെ നേതാവിനെ നിങ്ങൾ കണ്ടാൽ അത് ഒരു മഞ്ഞു കഷ്ണത്തിലൂടെ മുട്ടിട്ട് എഴിയേണ്ടി വന്നാൽ പോലും അങ്ങനെയെങ്കിലും പോയി നിങ്ങൾ അദ്ദേഹത്തിന് ബൈഅത്ത് ചെയ്യണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു. അത് ഇമാം മഹ്ദിയെ സംബന്ധിച്ചാണ് എന്ന് മറ്റു ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങളുടെ നിധിയുടെ അടുക്കൽ വച്ച് എന്ന് പറഞ്ഞത് ഏതാണ് ആ നിധി? പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടുള്ള ഉദ്ദേശം കഅബാലയമാണ്. അതുകൊണ്ടുള്ള ഉദ്ദേശം കഅബാലയമാണ്. അറബികളെ സംബന്ധിച്ചിടത്തോളം കഅബാലയം, അതേപോലെ തന്നെ അതിലുള്ള നിധികൾ, അതിലുള്ള സ്വത്ത്, അതിൽ സ്വർണമുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ അതിൽ വെള്ളിയുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ കഅബ എന്ന സ്വത്ത് എല്ലാമാകാം, അത് പിടിച്ചെടുക്കുവാൻ വേണ്ടി, അത് പിടിച്ചടക്കുവാൻ വേണ്ടിയായിരിക്കും അവിടെ 3 വിഭാഗങ്ങൾ പോരാട്ടം നടത്തുക. ആ സന്ദർഭത്തിലാണ് മശ്രിഖിൻ്റെ ഭാഗത്ത് നിന്ന് കറുത്ത കൊടിയേന്തിയ ഒരു സൈന്യം വരുന്നത് എന്നാണ്. മശ്രിഖിൻ്റെ ഭാഗം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ നിന്നത് പറയുമ്പോൾ മദീനയിൽ നിന്ന് ഉള്ള മശ്രിഖിൻ്റെ ഭാഗം അഥവാ ഇറാഖിൻ്റെ ഡയറക്ഷനിലാണ് അതുള്ളത്. ബഹ്റൈൻ, ഇറാഖ് തുടങ്ങിയ ഏത് രാജ്യമാണെന്ന് കൃത്യമായി പറഞ്ഞിട്ടില്ല. പക്ഷേ ആ ഒരു ഡയറക്ഷനാണ് യഥാർത്ഥത്തിൽ മശ്രിഖ് എന്ന് പറയുന്നത്. നജ്ദിൻ്റെ ഭാഗമായി കൊണ്ടാണ് സാധാരണ അത് പറയാറുള്ളത്. അവിടെ നിന്നാണ് ആ സൈന്യം വരിക. സൈന്യത്തിൻ്റെ തലവനായിരിക്കും യഥാർത്ഥത്തിൽ ഇമാം മഹദി. മാത്രമല്ല ആ കൻസ് കൊണ്ടുള്ള ഉദ്ദേശം മറ്റൊന്നാണ് എന്നും ചില ഹദീസിൽ കാണാം. അഥവാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഇമാം ബുഖാരിയും മുസ്ലിമും എല്ലാം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞിരിക്കുന്നു, യൂഷിക്കുൽ ഫുറാത്തു അൻ യഹ്സിറ അൻ കൻസിൻ മിൻ ദഹബിൻ. യൂഷിക്കുൽ ഫുറാത്ത്, ഫുറാത്ത് എന്ന് പറഞ്ഞാൽ വലിയൊരു നദിയാണ്. തുർക്കിയിൽ നിന്ന് തുടങ്ങി ഇറാഖിനെയും അതേപോലെ തന്നെ സിറിയയുമെല്ലാം കടന്നുകൊണ്ടു പോകുന്ന ഒരു വലിയ നദിയാണ് ഫുറാത്ത് എന്ന മഷ്ഹൂറായ ഒരു നദിയാണത്. ആ ഫുറാത്ത് അൻ യഹ്സിറ അൻ കൻസിൻ മിൻ ദഹബിൻ, സ്വർണം കൊണ്ടുള്ള വലിയ ഒരു നിധി അത് വെളിച്ചത്ത് കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ അത് ഒഴുകുന്ന ഭാഗങ്ങളിൽ നിന്ന്
എവിടെയോ ഒരു ഭാഗത്ത് നിന്ന് വലിയ സ്വർണത്തിൻ്റെ ഒരു നിധി അത് പുറത്തു കൊണ്ടുവരും. ഫമൻ ഹദറ ഫലാ യഖുദു മിൻഹു ശൈഉൻ, അവിടെ ഹാജർ ആകുന്ന ആളുകൾ അതിൽ നിന്ന് ഒന്നും എടുക്കുകയുമില്ല. സ്വർണത്തിൻ്റെ വലിയ നിധിയാണ്, പക്ഷെ അതാരും എടുക്കുകയില്ല. പക്ഷെ അതിനു വേണ്ടിയുള്ള ചില യുദ്ധങ്ങളുണ്ടാകുമെന്നാണ്. ആ യുദ്ധമാണ് ഇവിടെ ഉദ്ദേശിച്ച കൻസിന് വേണ്ടിയുള്ള യുദ്ധം എന്നും പറയപ്പെട്ടിട്ടുണ്ട്. എന്നാൽ മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞത് അതുകൊണ്ടുള്ള ഉദ്ദേശം കഅബയോ അതല്ലെങ്കിൽ കഅബയിലുള്ള നിധിയോ ആയിരിക്കുമെന്നാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ ഹദീസിലൂടെ നമുക്ക് വ്യക്തമാകുന്നത്, മുഹമ്മദ് നാസിറുദ്ദീനുൽ അൽബാനി റഹിമഹുള്ളയെ പോലെയുള്ള പണ്ഡിതന്മാർ ഈ ഹദീസിൽ പറയപ്പെട്ട ആശയം സ്ഥിരപ്പെട്ടിട്ടുണ്ട് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന്, മഹദി ഇമാമിൻ്റെ വരവ് മശ്രിഖിൽ നിന്നായിരിക്കും. അങ്ങനെ അദ്ദേഹം വന്നാൽ അദ്ദേഹത്തിന് ബൈഅത്ത് ചെയ്യണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സത്യവിശ്വാസികളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുഹമ്മദ് ബിൻ അബ്ദില്ല എന്ന നാമത്തിൽ തന്നെ അറിയപ്പെടുന്ന ഇമാം മഹദി റഹിമഹുല്ലാ, അദ്ദേഹത്തിൻ്റെ വരവ് മശ്രിഖിൽ നിന്നായിരിക്കും. ഇതേപോലെ ഒരു സാഹചര്യത്തിലായിരിക്കും അദ്ദേഹത്തിൻ്റെ വരവ് എന്ന് ഈ ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാം.